രഞ്ജിത്ത് രഞ്ജിത്തിനെ മാതൃകയായി കാണുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോഴും കേരളത്തിലുണ്ട്. അപ്പം രഞ്ജിത്തിൻ്റെ പാതയിലേക്ക് വരണമെന്നും ഇതുപോലെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുന്ന ആ ചെറുപ്പക്കാരോട്, ആ യുവതലമുറയോട് രഞ്ജിത്ത് എന്താണ് പറയുക? എൻ്റെ പാത വളരെ ഡേഞ്ചർ ആയിട്ടില്ല, ഞാൻ പറഞ്ഞില്ല. അത് കളങ്കമില്ലാത്തൊരു മനസ്സിനാണ് ആദ്യം വേണ്ടത്. ഇത് ഹൈലി ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഇതാണ്, ഞാൻ പറഞ്ഞല്ലോ. ഈ സെർച്ച്, റെസ്ക്യൂ ആൻഡ് റിക്കവറി എന്നത് ഹൈലി ഡേഞ്ചറാണത്. ഡേഞ്ചർ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഒരാൾ റിസ്ക് എടുക്കാതെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ താല്പര്യമുള്ള ഇപ്പോൾ ഇവിടെ വന്നാൽ ഒരുപാട് എനിക്ക് അനുകൂലമുണ്ട്. അനുകൂല മെസ്സേജ് ഒരുപാടുണ്ട്. ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. മലയാളി രക്ഷാപ്രവർത്തനം 100ഓളം പേരുണ്ട് ഇവിടെ. ഒരുപാട് പേര് ഇങ്ങനെ അനുകൂലം, എനിക്ക് സെൽഫി ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ് ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ച് അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളാണ് നമ്മുടെ യഥാർത്ഥ ഹീറോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇവരൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെ കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് സപ്പോർട്ടും ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം നിങ്ങൾ പറയുന്നത്. അപ്പോൾ രഞ്ജിത്ത് സാർ ഞാൻ രഞ്ജിത്ത് സാറൊന്നും വിളിക്കണ്ട, ഞാൻ സാറിന് മനുഷ്യനാണ്, വേറൊരു സാറും, ഞാൻ വേറൊരു സാറിന് സിവിലിയനാണ്, ഏതെങ്കിലും ഫോഴ്സുള്ള ശമ്പളം വാങ്ങുന്ന ഒന്നുമല്ല, ഒരു സന്നദ്ധ പ്രവർത്തനം മാത്രമാണ്. എന്നിട്ട് പോലും അവർ വളരെയധികം സ്നേഹത്തോടെയും ആ ഒരു ബഹുമാനമാണ് തരുന്നത്. അപ്പോൾ അവർ ഒരുപാട് നമ്മൾ സപ്പോർട്ടീവ് എല്ലാം ഉണ്ട്, സപ്പോർട്ടീവ് ഉള്ള അത്ര ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് എല്ലാം പോസിറ്റീവ്, ഇതിൻ്റെ ഇടയ്ക്ക് നെഗറ്റീവ് എല്ലാം അങ്ങ് താന്നു പോകും. അത് കാലം തന്നെ താഴ്ത്തും ഈ നെഗറ്റീവ് എനർജി എല്ലാം. അത് പ്രകൃതി നിയമമാണത്. അത് മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പ്രകൃതി നിയമമാണ്. അവർക്ക് തന്നെ അത് തിരിച്ചടി സ്വാഭാവികമായിട്ട് പ്രകൃതി കൊടുക്കും. അതങ്ങനെയാണ്, ലോകം കാഴ്ചയെന്നല്ല അത് തന്നെയാണ്. ഒരു മനുഷ്യനെ ഒരിക്കലും മോശമായിട്ട് ചിത്രീകരിച്ച കുറച്ച് നാളത്തേക്ക് അവർക്ക് മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് വന്ന ചിലവെല്ലാം ഞാൻ എൻ്റെ വായിച്ചാണ്, ആരുടെ നിന്ന് വാങ്ങിച്ചതല്ല, ആരുടെയും ഒരു ഗവൺമെൻറ്റിൽ നിന്നോ ഒരു സംഘടന വാങ്ങിച്ചതല്ല. എൻ്റെ പൈസ, ഞാൻ പണം മുടക്കി വന്ന് എൻ്റെ എക്യുപ്മെൻറ്റ്സ്, എൻ്റെ സർട്ടിഫിക്കേഷൻസ്, ഞാൻ റിസ്ക് എടുത്ത ഇവിടുത്തെ ഞാൻ ജില്ലാ കളക്ടറോട് ചോദിച്ച് വാങ്ങിയത് നിങ്ങളൊക്കെ ആ സമയത്ത് കാണുന്നുണ്ടല്ലോ, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഞാൻ ചോദിച്ച് വാങ്ങുന്നത്. അപ്പം അത് എൻ്റെ റിസ്ക്കാണ്. ഞാൻ അവിടെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഒരിക്കലും വാട്ടർ സെർച്ച് റെസ്ക്യൂ അത് തടസ്സപ്പെടുത്തിയിട്ടില്ല. അത് ചെയ്യുന്ന വാട്ടർ യൂണിറ്റ് ഞാനല്ല ചെയ്യുന്നത്, നേവിയും എൻ്റെ വാട്ടർ യൂണിറ്റാണ് അവർ ചെയ്യുന്നതിൻ്റെ മുടക്കി. ഗ്രൗണ്ട് ലെവലിൽ എന്തായാലും മെഷീൻസ് ചെയ്യുന്നു, ആ ഗ്രൗണ്ട് വൃത്തിയാക്കേണ്ടത് ഈ റോഡിൻ്റെ എല്ലാം ചെയ്യുന്ന, ഇവിടുത്തെ ആ റോഡ് വന്ന് വൃത്തിയാക്കണം. അതിനകത്ത് ഗ്രൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ബാക്കി ഗ്രൗണ്ട് വീണ്ടും ചെയ്യും. നാളെ നമ്മൾ സെർച്ചുണ്ട്. അപ്പം ഈ നെഗറ്റീവ് ഇടുന്നുണ്ട് പറയാനുള്ളത് എന്താണ് നെഗറ്റീവ്, എന്താണ് അവർക്ക്, എന്താണ് എന്നെ നെഗറ്റീവ് പറയുള്ളത്, എന്താണ് നിങ്ങൾക്ക് തന്നെ പറയുന്നത്. ഇപ്പോൾ ചോദ്യം ചോദിക്കുന്ന മാഡത്തിന് അറിയാമല്ലോ എന്താണ് നെഗറ്റീവ് ഇടാനുള്ളത്. ഇവർ വന്ന് ചെയ്യുമോ ഇത്? ഇത്രയും സന്നദ്ധ പ്രവർത്തകർ വന്ന് ഈ സന്നദ്ധ പ്രവർത്തകർ ആരെങ്കിലും ഈ കുറ്റം പറയുന്ന ആരെങ്കിലും അതിൻ്റെ അകത്ത് ഇപ്പോൾ ആരുമില്ല. നമ്മുടെ പൈസ മുടക്കി വന്ന് നമ്മൾ പൈസ എടുത്ത് നമ്മുടെ റൂം എടുക്കുന്നു, നമ്മൾ വെള്ളം കുടിക്കുന്ന ആഹാരം കഴിഞ്ഞ് എൻ്റെ പൈസയ്ക്ക് ഇട്ട്, അല്ല ആരുടെയും നമ്മളൊരു സഹായം വാങ്ങുന്നില്ല. ട്രാൻസ്പോർട്ടേഷൻ അടക്കം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നാലും എൻ്റെ ചിലവാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ വന്നു, അസിസ്റ്റൻ്റ് ഒരു ആളും ഉണ്ട്, അസിസ്റ്റ് ചെയ്യാനും അന്ന് തന്നെ കളക്ടർ അനുവദിച്ചിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് അസിസ്റ്റ് ചെയ്യുന്ന ഒരാളും. പുള്ളിയും ഇന്ത്യൻ ആർമി ട്രെയിൻഡാണ്, അവൾ കാശ്മീരിലൊക്കെ പഠിച്ചിറങ്ങിയ ആളാണ്. അപ്പോഴും ഇത് നമ്മുടെ പൈസയ്ക്ക് നമ്മൾ വന്ന് ചെയ്യുന്നു. ഒരിക്കലും വേറെ ശല്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ വേറെ ആരെയും റെസ്ക്യൂ തടസ്സപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. വാട്ടർ ചെയ്യാനുള്ള ഞാനല്ല, വാട്ടർ ചെയ്യുന്ന അവർ തന്നെയാണ്. അത് അന്ന് തൊട്ട് ഇന്നുവരെ പാരലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും, ഓൺ ഗോയിങ് ആണ്. എല്ലാ ദിവസവും വോട്ട് പോയി എല്ലാ ദിവസവും ഓൺ ഗോയിങ് ആണത്. എന്താണ് നെഗറ്റീവ് എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാനിത് മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുന്നു. എവിടെ പോയാലും മാക്സിമം ട്രൈ ഔട്ട് ചെയ്യും, എവിടെ പോയാലും. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ് മാക്സിമം ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മൾ ചെയ്തതിൻ്റെ ഇതേറെ ഇപ്പോൾ വീഡിയോസ് തന്നെ എടുത്തു തുടങ്ങുന്നത്.